പ്രചോദനാത്മകമായ കഥകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഭൂതകാലം എത്ര കഠിനമാണെങ്കിലും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ആരംഭിക്കാം. ബുദ്ധൻ. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് നിർണായകമാണ്. എത്ര വലിയ പരാജയങ്ങളും നിരാശകളും നേരിട്ടാലും അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ടു പോകാനുള്ള കരുത്തും മനക്കരുത്തും നമുക്ക് വളർത്തിയെടുക്കാനാകും. ഭൂതകാലത്തിലെ അനുഭവങ്ങൾ നല്ലതോ ചീത്തയോ ആയിരിക്കാം, നമ്മുടെ വർത്തമാനത്തെയും ഭാവിയെയും രൂപപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഭൂതകാലത്തെ വിലങ്ങുകളിൽ ഒതുങ്ങിക്കഴിയേണ്ടതില്ല. നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും പുതിയൊരു തുടക്കത്തിന് വേണ്ടിയുള്ള അവസരമാണ്. പരാജയങ്ങളിൽ നിന്ന് പഠിച്ച് തിരിച്ചുവരവിനുള്ള വഴികൾ തേടുക. സ്വയം വിശ്വസിക്കുക, സ്വപ്നങ്ങൾ പിന്തുടരുക, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടാനുസരണം രൂപപ്പെടുത്തുക. കേരളത്തിന്റെ മനോഹരമായ ഒരു കടൽത്തീരത്ത് മീനച്ചിൽ എന്ന വയസ്സായ മത്സ്യത്തൊഴിലാളി വല വലിച്ചു കയറ്റുകയായിരുന്നു. വലയിൽ കുറച്ച് മീനുകൾ മാത്രം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുതന്നെയാണ് അവസ്ഥ. മീൻ കുറവ്, കടലിൽ കാലാവസ്ഥ മോശം, വരുമാനം കുറവ്, ഇതെല്ലാം ചേർന്ന് മീനച്ചിലിന്റെ മനസ്സ് തളർത്തിയിരുന്നു. രാത്രി കടലിന്റെ ശബ്ദം കേട്ടുകൊണ്ട് മണ്ണിൽ ഇരിക്കുമ്പോൾ അകലെ ഒരു പ്രകാശം കണ്ടു. അടുത്തെത്തിയപ്പോൾ കണ്ടത് ഒരു ചെറുപ്പക്കാരനെയായിരുന്നു. കടലിൽ നിന്ന് കല്ലുകൾ പെറുക്കി മണലിൽ കൂട്ടിയിടുകയായിരുന്നു അവൻ. എന്തിനാണ് രാത്രി ഇങ്ങനെ കല്ലുകൾ കൂട്ടിച്ചേർക്കുന്നത് എന്ന് മീനച്ചിൽ ചോദിച്ചു. ചെറുപ്പക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കല്ലുകളെല്ലാം കടൽ തിരമാലകൾ കരയിലെത്തിച്ചതാണ്. രാവിലെ വെള്ളം ഇറങ്ങുമ്പോൾ തിരികെ കടലിലേക്ക് എറിയപ്പെടും. പക്ഷേ ഞാൻ ഇവയെ ഇങ്ങനെ കൂട്ടിയിടുകയാണ്. എന്റെ ചെറിയ ശ്രമം കൊണ്ട് ഒരു കല്ല് പോലും തിരമാലകളുടെ കളിപ്പാട്ടമാകാതെ അതിന്റെ സ്ഥാനത്ത് നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മീനച്ചിൽ ചിന്തിച്ചു. ഈ ചെറുപ്പക്കാരന്റെ പ്രവൃത്തിയിൽ വലിയ അർത്ഥമുണ്ടായിരുന്നു. ഓരോ കല്ലും എടുത്തു മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും തന്റെ ചെറിയ പ്രവൃത്തിയിലൂടെ കുറച്ച് കല്ലുകളെയെങ്കിലും രക്ഷിക്കാൻ അവൻ കഴിഞ്ഞു. അതുപോലെ തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും അവയെ നേരിടാനുള്ള മനക്കരുത്തും പ്രതീക്ഷയും നിലനിർത്താൻ തനിക്കും കഴിയുമെന്ന് മീനച്ചിൽ തിരിച്ചറിഞ്ഞു. പിന്നീട് മീനച്ചിൽ തളർച്ച ഉപേക്ഷിച്ചു. പുതിയൊരു വല ഉണ്ടാക്കി മീൻ പിടിക്കാനുള്ള പുതിയ വഴികൾ തേടി മറ്റു മത്സ്യത്തൊഴിലാളരുമായി സഹകരിച്ചു. കഠിനാധ്വാനത്തിലൂടെയും പ്രതീക്ഷയിലൂടെയും അവന് വീണ്ടും വിജയം കൈവരിക്കാനായി. മീനച്ചിലിന്റെ കഥ കേരളത്തിലെ പല മേഖലകളിലും പ്രചോദനമായി. കർഷകർ, കച്ചവടക്കാർ, വിദ്യാർത്ഥികൾ, അങ്ങനെ എല്ലാ വിഭാഗങ്ങളിലും പരാജയങ്ങളിൽ നിന്ന് കയക്കാനുള്ള പ്രചോദനമായി ഈ കഥ മാറി. കടലിൽ കാറ്റ് മാറുന്നതുപോലെ ജീവിതത്തിലും സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പ്രതിസന്ധികൾ വരുമ്പോൾ അവയിൽ നിന്ന് പഠിക്കാനും മുന്നോട്ടു പോകാനുമുള്ള മനക്കരുത്തും പ്രതീക്ഷയും നിലനിർത്തുക എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ഓരോ സൂര്യോദയവും ഒരു പുതിയ തുടക്കമായി കാണുക. ഭൂതകാലത്തെ പാഠങ്ങളിൽ നിന്ന് പഠിക്കുക, വർത്തമാനത്തിൽ കഠിനാധ്വാനം ചെയ്യുക, ഭാവിയിലേക്കുള്ള പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുക, കാരണം നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ വിധി. ജയ് ഹിന്ദ്. കണ്ടതിന് നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.